വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ലെറ്റർ ചാലഞ്ച് ആട്ടോ ചെയ്യുന്നത്. ഈ മേലിൽ കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് കണ്ടോ, അതിൻ്റെ ലെറ്റർ ചാലഞ്ച് നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ കുഴിമന്തി കഴിക്കാൻ വേണ്ടി വന്ന് കുറച്ച് സമയം എടുത്തുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ വന്ന് ഞാൻ ഒരു ക്വാർട്ടർ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. ആൻഡ് കുഴിമന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഒട്ടും കഴിക്കാത്തൊരു മന്തിയുടെ ഒരു വിഭാഗമാണ് ഈ കുഴിമന്തി. എപ്പോഴും അൽഫാമ പറയാറ്, കാരണം എനിക്ക് ആ പുഴുങ്ങിയ ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെടത്തില്ല. സ്പെഷ്യലി ഈ സ്കിന്ന് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ഓർത്ത് എന്തായാലും ഇന്നൊരു ചാലഞ്ച് ഉണ്ട്, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് കുഴിമന്തി ഞാനിങ്ങനെ മേടിച്ച്. ആ പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ മോനെ, ആ പച്ചമുളക് ഞാൻ കടിച്ചിട്ട് എൻ്റെ ജീവൻ പോയി. നിങ്ങൾക്ക് ഞാൻ ആ പച്ചമുളക് കടിക്കുമ്പോൾ വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടാകും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നല്ല എരിവെന്ന് വെച്ചാൽ ഇങ്ങനെ കടിച്ചത് ആ എരിവൻ്റെ അണ്ണാക്കിലോട്ട് അങ്ങോട്ട് പോയി കേസ്. പണ്ടാര എരിവായിരുന്നു. അത് കഴിഞ്ഞ ശേഷം മയോണൈസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ മന്തി. ഞാൻ നോർമലി കൈഫാനിലാണ് പോവാറ്, പക്ഷെ ഇന്ന് അൽസയാനിൽ വന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം കൈഫാനിൽ വൻ തിരക്കായിരുന്നു. പിന്നെ അവിടുത്തെ മന്തി കഴിച്ച് ഞാൻ മടുത്തു. അതുകൊണ്ട് നേരത്തെ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന്. അങ്ങനെ ഇവിടെ വന്ന് മുന്നേ ഞാൻ എപ്പോഴും ഇവിടെ വന്ന് കഴിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെ കഴിക്കാറില്ലായിരുന്നു, കുറേ നാളായിട്ട് കഴിക്കാറില്ല. കുറേ നാളെ കഴിച്ചിട്ട്. അപ്പോൾ ഞാനായി മുഖത്ത് എക്സ്പ്രഷൻ ഇട്ട പച്ചമുളക് കഴിച്ചിട്ട്. പക്ഷേ ശരിക്കും കൊള്ളായിരുന്നു കേട്ടോ. റൈസും നല്ലതായിരുന്നു. പിന്നെ പെട്ടെന്ന് വന്ന് ഫുഡ്. പിന്നെ ഞാൻ മന്തിയുടെ കൂടെ കൂട്ടാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ അവരൊരു നമ്മുടെ മയോണൈസിൻ്റെ കൂടെ ഒരു ഓറഞ്ച് കളറുള്ളൊരു സാധനം തരില്ലേ, തക്കാളിയുടെ. ആ സാധനം ഞാൻ കൂട്ടാറേ ഇല്ല, കാരണം എനിക്ക് തക്കാളി ഇഷ്ടമല്ല. അപ്പം ഞാൻ കെച്ചപ്പ് ഒന്നും കഴിക്കാത്ത ആളാണ്. പിന്നെ ഈ തൊലി ഉണ്ടല്ലോ, വേണ്ടിയില്ലായിരുന്നു ഗൈസ്, ഒരു ആവശ്യമില്ലായിരുന്നു. തീരെ പന്നൽ പോലത്തെ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ആ ഓറഞ്ച് കളറുള്ള സാധനം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊണ്ട് കുഴിമന്തി കഴിച്ചു. ഇനി നമുക്ക് അടുത്തത് കൊണ്ട് എന്തെങ്കിലും കഴിക്കണം. നമുക്ക് ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ ഗൈസ്. നമുക്ക് ആപ്പിൾ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് അമൂലിൻ്റെ ബദാം ഷേക്ക് മേടിച്ചിട്ടുണ്ട്. എൻ്റെ ഇതിന് ലാസ്റ്റത്തെ ഒരു കൂടിയുണ്ട്. ആ ഏക്ക് സാധനങ്ങളൊക്കെ കണ്ടിട്ട് മേടിക്കാൻ തോന്നണം ഗൈസ്. പക്ഷേ നമ്മുടെ കയ്യിലൊരു പൈസയില്ല. അതുകൊണ്ട് നമ്മൾ ഈ സാധനവും മേടിച്ചിട്ട് ഇവിടുന്ന് പോവുകയാണ്. പക്ഷെ നമുക്ക് 2 ജെ ബാക്കിയുണ്ടായാലും ഒരു ജെ നമുക്ക് ഇവിടെ ചിക്കൻ കണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ പോയി നോക്കാം ഇതിൽ കിട്ടുമോ എന്ന്. പൈസയ്ക്ക് മനസ്സിലായോ? വാപ്പ ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ കണ്ണ് പൊത്തിയിരുന്നു കേട്ടോ. നമുക്ക് ജെ വെച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ കൈ കിട്ടുന്നൊരു സാധനം കഴിക്കാൻ പോവാണ്. നമ്മൾ അതുകൊണ്ട് ബർഗർ പറഞ്ഞിട്ടുണ്ട്, ബർഗർ കഴിക്കാൻ പോവാണ് ഗൈസ്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ബർഗർ ഇപ്പോൾ വരെയായിരിക്കും. നമുക്ക് ബർഗർ കഴിക്കാം. മനസ്സിലാട്ടെ ഏത് ബർഗറാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബർഗർ എടുക്കും ഒരു മിനിറ്റ് ഗൈസ്. ഈ ബർഗറാണ് ഞാൻ ഓർഡർ ചെയ്തത്. നമ്മുടെ ബർഗർ വന്നിട്ടുണ്ട്. കുറച്ച് ഫ്രൈസ്, പിന്നെ അതുപോലെ തന്നെ ബണ്ണിൻ്റെ ഉള്ളിൽ ചീസ്, അവരെ സോസ്, പിന്നെ ഈ ബ്രോസ്റ്റഡ് പോലത്തെ ചിക്കനാണ് വെച്ചിരിക്കുന്നത്. അതും ക്യാബേജും അതൊക്കെയാണ്. കഴിച്ചേക്കാം. വലിയ ബർഗറാട്ടോ ഗൈസ്, സൈസ് ഉണ്ട് സാധനത്തിന്. കാണുന്ന പോലെയല്ല ഗൈസ്. ബണ്ണ് കുറച്ചുണ്ടെങ്കിലും ഉള്ളിൽ നല്ല സോസിയാണ്. പെരിപ്പെരി പറഞ്ഞ കാരണം കുറച്ച് എരിവും കൂടെ ഉണ്ട്. ഗൈസ് ഇതൊരു ജംബോ ബർഗർ ആയിരുന്നു. അതുകൊണ്ട് ഇത് ജംബോ ബർഗറാക്കി നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ജംബോ ബർഗർ കേട്ടോ. അപ്പോൾ ജെ ആയി കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഒരു ജെയും കൂടെ ബാക്കിയുണ്ട്. അതിന് നമുക്ക് ജസ്റ്റ് ജെല്ലി കഴിക്കാം. ജസ്റ്റ് ജെല്ലി മനസ്സിലായോ? ഇനി ജെ ഇതിനേക്കാൾ ഭേദം ഖദീജ വെച്ച് ചെയ്യണതായിരുന്നു. ജെ കൊണ്ട് ഇന്ന് ശരിക്കും അലഞ്ഞു ഞാൻ. ജെ വെച്ച് ഒന്നും കിട്ടാനില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോഴാണ് ജസ്റ്റ് ജെല്ലി കിട്ടിയത്. ജസ്റ്റ് ജെല്ലി കഴിയുകയും
വലിയ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ നമ്മുടെ പേരിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നുമല്ല ഞാൻ എക്സൈറ്റഡ്. ഞാൻ അജ്മൽ ബിസ്മി പോയപ്പം ഒരു ഡ്രിങ്ക് കണ്ട്, അമൂലിൻ്റെ ബദാം ബൈറ്റ്സ് കണ്ടെയ്ൻസ് ബദാം ഷേക്ക് എന്നാണ്. സോറി ഗൈസ്, എന്താണ് അപ്പം ഇത് ട്രൈ ചെയ്യാൻ നോക്കാം ഗൈസ്, എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ബദാം നമുക്ക് കഴിച്ചത് ഇതാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ പേരിൻ്റെ KA 2J പിന്നെ ഒരു ലാസ്റ്റത്തെ എക്ക് നമുക്കിത് കുടിക്കാം കേട്ടോ. ഇത് പൊട്ടിക്കട്ടെ. അങ്ങനെ ആ സമയം എത്തിയിരിക്കുകയാണ്. കുടിച്ചോക്ക്. ബദാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. നോട്ട് ബാഡ്. ബദാമിൻ്റെ വലിയ ഫാനല്ല. ബദാമിൻ്റെ ബൈറ്റ്സ് ഉണ്ട്. ശരിക്കും അത് കോൾഡായിരുന്നു. തണുത്തിട്ടാണ് നിങ്ങൾക്ക് സൂപ്പറായിരുന്നു. ഞാൻ ഗൈസ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ അടുത്ത് കടന്നു പോയിരിക്കുകയാണ്. വെറുതെ അല്ല കടന്നു പോയിരിക്കുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയും കൊണ്ടാണ് കടന്നു പോയിരിക്കുന്നത്. പിന്നെ ഗൈസ് ഞാൻ പ്രസോൺസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം അതാണ് അത്. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.